പത്രോസ് 1-ാം വിവിധ പ്രദേശങ്ങളിലായി ചിതറിക്കിടക്കുകയും പീഡനങ്ങൾ നേരിടുകയും ചെയ്ത വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒരു കത്താണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അവന്റെ മുന്നറിവിനനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നതിനായി ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്നിങ്ങനെ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. മരിച്ചവരിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ വിശ്വാസികൾക്ക് ജീവനുള്ള പ്രത്യാശയിലേക്ക് പുതുജനം നൽകുന്നതിൽ ദൈവം നമ്മോട് കാണിച്ച വലിയ കാരുണ്യത്തിന് പത്രോസ് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രത്യാശയിൽ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അക്ഷയവും കളങ്കമില്ലാത്തതുമായ ഒരു അവകാശം ഉൾപ്പെടുന്നു. അവസാന കാലത്ത് രക്ഷ വരുന്നതുവരെ വിശ്വാസികൾ ദൈവത്തിന്റെ ശക്തിയാൽ സംരക്ഷിക്കപ്പെടുന്നു. വിവിധ പരീക്ഷണങ്ങളിൽ അവർക്ക് ദുഃഖം അനുഭവിച്ചേക്കാമെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ അവരുടെ വിശ്വാസത്തിന്റെ യഥാർത്ഥ തെളിയിക്കാൻ സഹായിക്കുന്നു. അത് സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ്. പരീക്ഷിക്കപ്പെട്ട വിശ്വാസം യേശുക്രിസ്തു വെളിപ്പെടുമ്പോൾ സ്തുതി, മഹത്വം, ബഹുമാനം എന്നിവയിൽ കലാശിക്കും എന്ന് പത്രോസ് ഊന്നിപ്പറയുന്നു. അവർ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലെങ്കിലും അവർ അവനെ സ്നേഹിക്കുകയും അവാച്യമായ സന്തോഷത്തോടെ സന്തോഷിക്കുകയും ചെയ്യുന്നുവെന്ന് പത്രോസ് ഊന്നിപ്പറയുന്നു. ഈ വിശ്വാസം അവരുടെ ആത്മാക്കളുടെ രക്ഷയിലേക്ക് നയിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളും തുടർന്നുള്ള മഹത്വങ്ങളും പ്രവചിച്ചപ്പോൾ പ്രവാചകന്മാർ മനസ്സിലാക്കാൻ ആഗ്രഹിച്ച ഒന്ന്, വിശ്വാസികൾ മുൻകാല ആഗ്രഹങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാതെ അനുസരണമുള്ളവരും വേർപിരിഞ്ഞവരുമായി വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് അവൻ ആഹ്വാനം ചെയ്യുന്നു. വെള്ളി, സ്വർണം തുടങ്ങിയ നശ്വരമായ വസ്തുക്കളാൽ അല്ല, ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് തങ്ങൾ വീണ്ടെടുക്കപ്പെട്ടതെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ഭയഭക്തിയോടെ ജീവിക്കണം. എന്നേക്കും നിലനിൽക്കുന്ന ദൈവവചനത്തിലൂടെ വീണ്ടും ജനിച്ചതിനാൽ പരസ്പരം ആഴമായി സ്നേഹിക്കാൻ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പത്രോസ് ഉപസംഹരിക്കുന്നത്.